Hello guys, welcome back to Lina Tijo family vlog. So എന്താ ജിക്ക അപ്പോ ഇന്ന് ഇൻട്രോ ഞങ്ങളാണ് ബിക്കോസ് വി ആർ ഗിവിങ് എ സർപ്രൈസ് ടു ലീന ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് നാളെ. സോ ഇപ്പോൾ 9 മണിയായി. നമ്മളിപ്പോൾ ഫുജേറയിൽ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാ പോണ ചിക്ക? നോ ഐഡിയ. അപ്പോൾ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിട്ട് ചേച്ചിക്കൊരു സർപ്രൈസ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. മീൻസ് കേക്ക് കട്ടിങ് ചെയ്യണോ, അത് ടിജോ ചേട്ടൻ ചെയ്യോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചാൽ മതിയോ എന്നുള്ളത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും. അല്ലേ ജിക്ക? ഇതിലൊരു അടിപൊളി കേക്കാണ് അവർ സെലക്ട് ചെയ്തത്. പള്ളിയിലൊക്കെ പോയി തിരിച്ച് ഞങ്ങൾ ഫുട്പാത്തിലെത്തി ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. അതാണ്ട് ഹെലമോള് ഹെഡാപ്പിയൊക്കെ സെറ്റാണ്. വെച്ചു ചായ മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. അപ്പം നമ്മളിവിടുന്ന് ഷവർമ ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണമെങ്കിൽ കേക്ക് മുറിക്കാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പെട്ടെന്ന് ഒരുങ്ങി പോവായിരുന്നു. 7 മണിക്കായിരുന്നു കുർബാന. അപ്പം നമുക്ക് ഇനിയിപ്പം എന്താ പറയുന്നത്, വീട്ടിൽ ചെന്ന് കാണാം കേട്ടോ. ഞാൻ ചായ കൊണ്ടുവന്നു, ചായ കാണിക്കാമേ. അങ്ങനെ ചായ വന്നു. അയ്യോ, നല്ല ചായ ഉണ്ട് കേട്ടോ. ആദ്യം നിങ്ങൾ കണ്ടത് സഫ്രുവും അജ്മലും കൂടെ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോയത് വീഡിയോസാണ്. അവർ രാത്രി തന്നെ പോയി കേക്ക് എടുത്തിട്ട് എന്നെ സർപ്രൈസ് ചെയ്യാൻ വന്നതാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായാത്തിൽ കയറി. അപ്പോൾ ഹേഡാപ്പി അവിടെ നിന്നൊരു ബിസ്ക്കറ്റ് എടുത്തോണ്ട് വന്ന് എന്നെ കാണിക്കുന്നതാണ്. ശരിക്കും അജ്മലിൻ്റെയൊക്കെ സർപ്രൈസിൽ ഞാൻ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. ആക്ച്വലി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ അങ്ങനൊരു കേക്ക് രാത്രിയിൽ അവർ കൊണ്ടുവരും എന്നുള്ളത്. അപ്പം ഹേഡാപ്പി ഇങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞു തരുവാണെങ്കിൽ അത് ചോക്ലേറ്റ് ഫില്ലിംഗ് ഒക്കെ ആണെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു തരുന്നതാണ് കാണുന്നത്. അവനത് തിന്ന് നോക്കുന്ന കാണുന്നത്. ഹേഡാപ്പി നല്ല ടേസ്റ്റാ കഴിച്ചു നോക്കിക്കേ. അങ്ങനെ ഹേഡാപ്പി ഇത് കഴിക്കുന്നതാണ്. വാവ്. ഓക്കെ, രാവിലത്തേക്ക് ബ്രെഡ് മുട്ടയൊക്കെ എടുത്തോണ്ട് വരുവായിച്ചു. ഇതാ വരുന്ന ബ്രെഡ് മുട്ടയൊക്കെ എടുത്തോണ്ട് ഞങ്ങൾ തിരിച്ചു വരുന്നവർക്ക് നാഷണൽ കയറി. കണ്ട, വായോ, വെൽക്കം വെൽക്കം വെൽക്കം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഫ്ലാറ്റിലെത്തി. അതാ ഹേഡാപ്പിയുടെ കയ്യിൽ സ്വീറ്റ്സ് ഇരിപ്പുണ്ട്. അവിടുന്ന് വാങ്ങിച്ച സ്വീറ്റ്സ് ഇരിപ്പുണ്ട്. അങ്ങനെ ആക്ച്വലി നിങ്ങൾ കണ്ടതുപോലെ നമ്മുടെ സഫ്രുവും അജ്മലും കൂടിയാണ് നമുക്ക് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പം ഞാൻ ആ കേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ നിച്ചു വേറൊരു കേക്കും കൂടി ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയി വന്നു, ഫുഡൊക്കെ വാങ്ങി വന്നു. ഇനിയിപ്പം നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കുക. ഇപ്പം ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി, അതായത് 9-ാം തീയതി നൈറ്റ് 11:59 ആയപ്പോഴത്തേക്കും അജ്മലും നമ്മുടെ സഫറും കൂടെ കേക്ക് കൊണ്ടുവന്നിട്ട് നോക്ക് ചെയ്തപ്പം ഞാൻ ഡോറ് തുറന്നു. ആക്ച്വലി ഇച്ചു നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, മക്കളൊക്കെ ഉറങ്ങിപ്പോയി. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. സോ അത് അതേപടി എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. എല്ലാവരെയും കാണിക്കുന്നത് കാണാമേ. ഈ കേക്കാണ് അജ്മലും നമ്മുടെ സഫറും കൂടെ രാത്രിയിൽ ഓർഡർ ചെയ്തുകൊണ്ട് വന്നത്. ഹാപ്പി ബർത്ത്ഡേ സന്തൂർ മമ്മി എന്ന നമ്മുടെ സഫ്രുവിൻ്റെ ഐഡിയ ആണ്. ഇതാണ് കേട്ടോ നമ്മുടെ സഫ്രു. വേണ്ട, ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടില്ലേ, ഇദ്ദേഹമാണ്. പക്ഷേ അജ്മൽ എന്താ പറയുക, ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോയി. വേണ്ട, ഇവിടെ എല്ലാവരും സെറ്റാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുകളിൽ ഇച്ചു എന്ത് കാണിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇച്ചു ഒരു കേക്ക് ഓർഡർ ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ലീന എന്ന് എഴുതിയൊരു കേക്ക്. അപ്പോൾ ഈ 2 കേക്ക് ഞങ്ങളിപ്പോൾ മുറിക്കാൻ പോവാം. മുറിക്കാം, കേക്ക് മുറിക്കാം. ഹേഡാപ്പി നമ്മളെ കേക്ക് മുറിക്കാം.
കേട്ടോ. ഞങ്ങൾ മൻസിൽ ഹയാത്തിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത സ്വീറ്റ്സ് ആണിത്. അങ്ങനെ സഫ്രു ആൻറ്റി കേക്ക് കൊടുക്കുന്നതാണ് ഹേബിലൂട്ടിന്. ഇന്ന ഫ്രീഡ പീന. അപ്പോൾ സഫ്രു, താങ്ക് യു സോ മച്ച്. ദിസ് made me happy. Yes, this birthday was so special for me, അല്ലേ? Yeah, just 2 cakes. Yeah, 2 cakes. അല്ലേ? സഫ്രു ആൻറ്റിയുടെ ഒക്കെ സഫ്രു ആൻറ്റിയുടെ ഒക്കെ സർപ്രൈസ് ഇഷ്ടപ്പെട്ടോ? ആയിട്ട് നമുക്ക് എക്സ്പ്രഷൻ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. ഹെലമോളെ മതി ഓക്കെ. അങ്ങനെ ഇതാ ഫോയിൽ കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കൈ മുറിഞ്ഞു കരയുന്ന കാണുന്നത്. അതുകൊണ്ട് ഹെലമോൾ ഇതിൻ്റെ കേക്ക് കഴിക്കാൻ പോവാ. സഫ്രു ആൻറ്റി കൊണ്ടുവന്ന് കേക്ക് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞേ. കഴിച്ച് നോക്കിയിട്ട് പറയേ. ആ പറ. കൈ മുറിഞ്ഞു കരയുമായിരുന്നു, ഇപ്പം ചിരിക്കുക. അതാ കഴിച്ചിട്ട് പറഞ്ഞ് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. കഴിച്ചു നോക്കിക്കുക. ആ ഓക്കെ കഴിക്കുക. ബായിലൊക്കെ കം ആ നല്ലതാണോ? ഈ ആൻറ്റിയോട് താങ്ക് യു പറ. ആൻറ്റി താങ്ക് യു പറഞ്ഞേ പറ. അങ്ങനെ ഹെയ്ഡാപ്പിയും കേക്ക് കഴിക്കുന്നതാണ്. കഴിക്കുക. ദാറ്റ് ഈസ് ചോക്ലേറ്റ്. അങ്ങനെ ദാ സോമി ആൻറ്റിയും നമ്മുടെ സജു അച്ചാച്ചനും എത്തിയിട്ടുണ്ട്. ഇത് ആരായാലും മോളെ? സജു അച്ചാച്ചനാണോ? ആ അത് പൊന്നു ചേച്ചി ഡ്യൂട്ടിക്ക് പോയതല്ലേ. പൊന്നു ചേച്ചിക്ക് പനി പിടിച്ചെന്ന് പറ. ആ കുഞ്ഞിന് ജലദോഷമോ കരഞ്ഞതിൻ്റെ കൈ മുറിഞ്ഞിട്ട് കരഞ്ഞതിൻ്റെ കൂടെ. അങ്ങനെ പിള്ളേരൊക്കെ സോമിയൊക്കെ വന്നപ്പോഴത്തേക്കും കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. സോമിയും സജുവും കേക്ക് കഴിക്കുന്നു. അങ്ങനെ ആസ് യൂഷ്വൽ സോമിയുടെയും സജുവിൻ്റെയും എനിക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റാണ് വൈറ്റ് ലണ്ടൻ. ഇത് ഒരു ബോഡി സ്പ്രേ ആണ്. അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ഹെയ്ഡിന് പിറ്റേ ദിവസം എക്സാം ഉള്ളതുകൊണ്ട് പോയി കിടന്ന് ഉറങ്ങാനൊന്നും പറഞ്ഞിട്ട് ഉറങ്ങാതൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ അത് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സീ യു വിത്ത് അനദർ ഗുഡ് വീഡിയോ. ബൈ.